നമ്മളവിടെ നല്ല ബോൺലെസ് തൈ ആണ് എടുത്തത്. നിങ്ങൾക്ക് ഏത് പീസ് വേണം എടുക്കാം, ബോൺലെസ് തൈ ആണ് ബെസ്റ്റ്. എന്നിട്ട് അതിലേക്ക് യോഗട്ട് അല്ലെ തൈര് കൂടി ചേർക്കുക. എന്നിട്ട് അതിലേക്ക് മുളക് പൊടി, മഞ്ഞപ്പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, ജീരകപ്പൊടി, സ്ക്വീസ് ഓഫ് ലെമൺ, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ആവശ്യത്തിന് ഉപ്പ്, എന്നിട്ട് എല്ലാം കൂടി അങ്ങോട്ട് അടിപൊളിയാക്കി മാരിനേറ്റ് ചെയ്ത് അങ്ങോട്ട് മാറ്റി വെച്ചൊരു 30 മിനിറ്റ്. എന്നിട്ട് ഒരു പാൻ എടുക്കുന്നു, അതിൽ കുറച്ച് ബട്ടർ ഇടുന്നു, നല്ലോണം ചൂടാകുമ്പോൾ അതിലേക്ക് നമ്മൾ ചിക്കനൊക്കെ ഇട്ട് നല്ലോണം അങ്ങോട്ട് പൊരിച്ചെടുക്കുക. അതിനങ്ങോട്ട് മാറ്റി വെക്കും. എന്നിട്ട് സെയിം പാനിൽ പട്ട, ഏലക്ക, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഇതിലൊരു ഫുൾ ഉള്ളി അങ്ങോട്ട് കുനുകുന ചോപ്പ് ചെയ്ത് അങ്ങോട്ട് ഇടുക. കുറച്ച് ഉപ്പ്, പച്ചമുളക്, എന്നിട്ട് അങ്ങോട്ട് വാട്ടിയെടുക്കുക. അതിലേക്ക് കുനുകുന ചോപ്പ് ചെയ്ത് തക്കാളി അങ്ങോട്ട് ഇടുക. എന്നിട്ട് അങ്ങോട്ട് വാട്ടിയെടുക്കുക. എന്നിട്ട് അതിലേക്ക് മുളക് പൊടി, മഞ്ഞപ്പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, ജീരകപ്പൊടി, എന്നിട്ട് നല്ലോണം വാട്ടിയിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് അങ്ങോട്ട് ഇടുക. എന്നിട്ട് നമ്മൾ താരമായ കാഷ്യൂട്ടും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. അതിൽ അടിച്ചങ്ങോട്ട് പേസ്റ്റ് ആക്കുക. എന്നിട്ട് ആ സെയിം പാനിൽ ബട്ടർ ഇടുക, കുറച്ച് മുളക് പൊടി ഇടുക, കുറച്ച് ചൂടാക്കി നമ്മൾ പേസ്റ്റ് അങ്ങോട്ട് ഇടുക. ജാറിൽ കുറച്ച് വെള്ളം വെച്ചിട്ട് അതും കൂടെ അങ്ങോട്ട് ഇടുക. എന്നിട്ട് നല്ലോണം ഇളക്കിയിട്ട് ക്രീമും കൂടെ അങ്ങോട്ട് ആഡ് ചെയ്തിട്ട് പിന്നെ നല്ലോണം ഇളക്കിയിട്ട് നമ്മൾ ചിക്കൻ അതിലേക്ക് ആഡ് ചെയ്യുക. എന്നിട്ട് ഒരു 5 മിനിറ്റ് കുക്ക് ചെയ്യുക. എന്നിട്ട് അതിലേക്ക് കസൂരി മേത്തി, മല്ലിയിലിട്ട് അങ്ങോട്ട് ഗാർണിഷ് ചെയ്യുക. എന്നിട്ട് ഒരു പാത്രം എടുത്തിട്ട് ബട്ടർ ചിക്കൻ അങ്ങോട്ട് അതിലിട്ടിട്ട് പൊറോട്ടയോ അല്ലെങ്കിൽ നല്ല ഗാർലിക് നാനും പിടിച്ചിട്ട് ഒരു പിടുത്തം അങ്ങോട്ട് പിടിച്ചാണ്ടല്ലോ, സ്വർഗം, അടിപൊളി. അതാണ് ഇപ്പൊ നമ്മുടെ